എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇപ്രാവശ്യത്തെ വിഷു അടുക്കാറായി. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അതിന് നമ്മൾ ആദ്യം ഈ ബ്രാസ് പാത്രങ്ങളൊക്കെ പൂജാപാത്രങ്ങളൊക്കെ വൃത്തിയാക്കാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്ന പോലെ വളരെയധികം കുറച്ച് നാൾ യൂസ് ചെയ്യാതെ അതിൻ്റെ അകത്ത് നല്ല ഒരു എണ്ണമെഴുക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം മാറ്റി നമ്മൾ നല്ല ക്ലീൻ ആക്കാൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് പുളിയും കുറച്ച് സോപ്പ് പൊടി, അതിപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ലിക്വിഡ് സോപ്പാകാം, പാത്രം കഴുകുന്ന നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് സോപ്പാണെങ്കിൽ കുറച്ച് സോപ്പിൻ്റെ പീസ്, അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ലിക്വിഡ് പാത്രം നമുക്ക് കഴുകാനായിട്ട് ഉപയോഗിക്കുന്ന ലിക്വിഡ് ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് ബോയിൽ ചെയ്തിട്ട് ആ ചൂടുവെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ട് കുറച്ച് നേരം അങ്ങനെ കീപ്പ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇത് ആറി കഴിയുമ്പോഴത്തേക്കും നമുക്കിത് നല്ലപോലെ നമ്മുടെ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് നല്ല വൃത്തിയായിട്ട് തേച്ച് കഴുകാം. അപ്പം നല്ല ഈ എണ്ണമെഴുക്കും ഇതിനകത്തുള്ള ആ ഒരു പച്ചക്കളർ ഇതെല്ലാം പോയി നല്ല പുതിയതുപോലെയുള്ള ബ്രാസ് പാത്രങ്ങൾ റെഡിയാവും. അപ്പോൾ ഈ വിഷുക്കണിക്കൊക്കെ എല്ലാവരും ഈ ബ്രാസിൻ്റെ ഉരുളി, വിളക്ക് ഇതെല്ലാം വെക്കുമല്ലോ. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ ക്ലാവൊക്കെ പിടിച്ച് കളറൊക്കെ പോയി മങ്ങിയ ഒരു ഇതിലായിരിക്കുമല്ലോ. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ചൂടുവെള്ളത്തിൽ പുളിയും സോപ്പ് പൊടിയോ അല്ലെങ്കിൽ ലിക്വിഡായിട്ടുള്ള സോപ്പോ അങ്ങനത്തെ കാര്യങ്ങൾ ഇട്ട് തിളപ്പിച്ച ശേഷം അത് വെച്ചിട്ട് പാത്രം കഴുകിക്കഴിഞ്ഞാൽ നല്ല പുതിയ രീതിയിൽ തന്നെ കിട്ടും. അപ്പം ഇത് എല്ലാവരുടെ വീട്ടിലും ഉള്ള സാധനം ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ചെറിയ ബ്രാസ് പാത്രങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ചൂടുവെള്ളം തിളപ്പിക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമാണ് അതിൻ്റെ അഴുക്കൊക്കെ പോകാനായിട്ട്. വലിയ പാത്രമാകുമ്പം നമുക്ക് ഇതുപോലെ തിരിച്ച് ചൂടുവെള്ളം അതിനകത്ത് ഒഴിച്ച് വെച്ചിട്ട് ചെയ്യാനാണ് പറ്റുക. അപ്പോൾ ഇത് നമ്മൾ തേക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ലിക്വിഡോ സോപ്പോ ഉപയോഗിച്ച് ഒന്നും കൂടെ നല്ല രീതിയിൽ തേച്ച് കഴുകി കഴിഞ്ഞാൽ നല്ല രീതിയിൽ വൃത്തിയായി കിട്ടും.
അപ്പോൾ നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക.